ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വയസ്സറിയിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 9-ാം തീയതി, അതായത് 2026 ഓഗസ്റ്റ് 9-ാം തീയതി എനിക്ക് 70 വയസ്സ് തികയും. സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഞെട്ടലുണ്ട്. ഒരു 68 വയസ്സ് വരെ യൗവനം, മധ്യവയസ്സ്, അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തിയതൊന്നും ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല. എൻ്റെ ആക്ടിവിറ്റീസും എൻ്റെ രീതികളും ആ ഒരു യൗവനകാലത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെയായിരുന്നു. ഒന്നും എന്നെ ബാധിച്ചിരുന്നില്ല അങ്ങനെ. പക്ഷേ ഒരു 68 ആയിക്കഴിഞ്ഞപ്പോൾ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബലക്കുറവ്, കൈയുടെയും കാലിൻ്റെയൊക്കെ ഒരു ബലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ബസ്സിലേക്കൊക്കെ ഓടി ചാടി കയറുക, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ സ്റ്റെപ്പെല്ലാം കുറച്ച് മുകളിലാണെങ്കിൽ അതിലേക്ക് ചവിട്ടി കയറാൻ ഒരു ബുദ്ധിമുട്ട്, കൈവരിയൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം തോന്നാറുണ്ട്. പിന്നെ ഒരു ക്ഷീണം. പണ്ട് ക്ഷീണമൊന്നും എന്നെ ബാധിച്ചിരുന്നേ ഇല്ല കേട്ടോ. എനിക്കൊരു അവസ്ഥ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മോള് തമാശയ്ക്ക് എന്നോട് പറയാറുണ്ട്, മമ്മി ശരിക്കും മനുഷ്യജീവിയാണോ എന്ന്. അങ്ങനെ ഒരു ക്ഷീണമോ പ്രശ്നമോ പ്രയാസമോ ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ പനി വരും, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും, ചിക്കൻ ബോക്സ് ഇതൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ അത് യൗവനകാലത്തൊക്കെ വന്നിട്ടുണ്ട്. പണ്ടെങ്ങനെയായിരുന്നോ അതേ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ 68 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി. നമ്മുടെ മെമ്മറിയുടെ ഒരു പ്രശ്നം, ഇപ്പം കേട്ടത് ഇപ്പം തന്നെ മറന്നു പോവുക, ഏകാഗ്രത കുറവ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ നമുക്കൊരു വിഷമമാകുമല്ലോ. കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂത്ത്ഫുൾ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുക, അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ വർഷങ്ങൾ കഴിയും തോറും ഈ ആഗ്രഹം ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഓൾഡ് ഏജിനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും 2 തരം പ്രായങ്ങളുണ്ട്. ഒന്ന് ക്രോണോളജിക്കൽ ഏജ്, നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചോ ആ വർഷങ്ങളുടെ നമ്പറാണ് ക്രോണോളജിക്കൽ ഏജ്. പിന്നെ നമുക്കൊരു ഏജ് ഉണ്ട് കേട്ടോ, ബയോളജിക്കൽ ഏജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബയോളജിക്കൽ ഏജ്. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ 60 വയസ്സുകാരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഓ അയാളെ കണ്ട ഒരു 40 തോന്നുള്ളൂ കേട്ടോ, അയാളുടെ രീതിയും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഒരു 40കാരനെ പോലെയാണ് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേസമയം ചില 60കാരെ കാണുമ്പോൾ നമ്മൾ പറയും, അയാളെ കണ്ടാൽ അല്ലെങ്കിൽ അയാൾ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു 70-75 വയസ്സൊക്കെ തോന്നുമല്ലോ. ക്രോണോളജിക്കൽ ഏജ് സെയിമായ ആളുകളുടെയും ബയോളജിക്കൽ ഏജിൽ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് 70 വയസ്സിലെത്തുമ്പോൾ നമ്മുടെ ഏറ്റവും സമാശ്വാസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബയോളജിക്കൽ ഏജിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് 70 വയസ്സിൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പൊതുവെ എന്തൊക്കെ സംഭവിക്കാം. കാരണം ഏജിങ് പ്രോസസ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ ഇവിടെ സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ മാസ് കുറയും. അങ്ങനെയാണ് നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ ബലം കുറയുന്നത്. ഈ മസിൽ മാസ് കുറയുന്നത് ഇപ്പോഴൊന്നുമല്ല, അത് പണ്ടേ തുടങ്ങിയതാണ്. അപ്പോൾ അന്നേ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കുറേയും കൂടി ആ കൈയുടെയും കാലിൻ്റെയും ബലം കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഞാനൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പണ്ട് കാലത്ത്. ഈ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ചൊക്കെ അവെയറായത്. അതുപോലെ തന്നെയാണ് ബാലൻസ്. നമ്മളെ ആരെങ്കിലും ഒന്ന് തട്ടിയാൽ നമ്മൾ മറിഞ്ഞു വീഴും. അതുപോലെ ശക്തമായിട്ടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് വേറെ എവിടെയെങ്കിലും പോയി വീഴും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യക്ഷത്തിൽ കാണുന്ന പല്ല്, മുടി, നഖം, അതിൻ്റെയൊക്കെ ഭംഗി കുറയും, അതിനൊക്കെ ഡാമേജ് ഉണ്ടാവും, സ്കിന്നും കുറേയൊക്കെ റഫാവും. പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്ത കുറച്ച് അവയവങ്ങളില്ലേ, ഹൃദയം, ലങ്സ്, ബ്രെയിൻ, വയറിനകത്തുള്ള കുറേ സംവിധാനങ്ങൾ, ഇതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നമ്മുടെ നെർവസ് സിസ്റ്റം, ഇതെല്ലാം വീക്കാകും. ഇത്രയും കൊല്ലം ഹൃദയത്തിൻ്റെയും ലങ്സിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും പണിമുടക്കാതെ പ്രവർത്തിച്ച അവയവങ്ങളാണ്. ബ്രെയിനിലെ സെൽസിന് ഡാമേജൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു വരുന്നത്. കോൺസെൻട്രേഷൻ കുറയും, ചിന്തയെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ്റനൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഉറക്കം കുറച്ചൊക്കെ തകരാറിലാകും. നമുക്ക് പണ്ടത്തെ പോലെ ഡീപ്പ് സ്ലീപ്പൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന രാസപദാർത്ഥത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയും. കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏജിങ് പ്രോസസ് ഈസ് എ റിയാലിറ്റി.
നമുക്കെല്ലാവർക്കും ഏജ്ഡ് ആകുന്നതിനോട് വിഷമമുണ്ട്. ചിലരതൊക്കെ മറച്ചു വെക്കാറുണ്ട്, പിന്നെ വിഷമില്ലാത്തവരും ഉണ്ടായേക്കാം. സാധാരണ മനുഷ്യർക്ക് ഏജിങ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ബയോളജിക്കൽ ഏജ്. ഈ ബയോളജിക്കൽ ഏജിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പം നമ്മളെ കാണുമ്പോൾ കുറച്ചും കൂടി യൂത്ത്ഫുള്ളായിട്ടും എനർജറ്റിക് ആയിട്ടും മറ്റുള്ളവർക്കും മാത്രമല്ല നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്കും പല കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലോ, ഒരംഗത്തിനും കൂടി ബാല്യമുണ്ടെന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സത്യത്തിൽ 70 ആകാനും വേണ്ടിയൊന്നും കാത്തിരിക്കണ്ട. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ ബയോളജിക്കൽ ഏജിനെ കെയർ ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല വ്യത്യാസം വരും. എന്തായാലും നമുക്ക് അനുവദിക്കുന്ന ആയുസ് നന്നായിട്ട് തന്നെ നമുക്ക് ജീവിക്കണം, സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കണം. അതിനെന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ബയോളജിക്കൽ ഏജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പിയറൻസ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ്, ഓ വയസ്സായി, ആകെ മുഖവും കോലവും ഒക്കെ കണ്ടില്ലേ. ഇങ്ങനെ ഒരു ഫീല് നമുക്കുണ്ടായാൽ അത് നമ്മളെ ശരിക്കും വിഷമിപ്പിക്കുമല്ലേ. നമ്മുടെ അപ്പിയറൻസിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. മുടി, പല്ല്, സ്കിൻ, ഇതെല്ലാം നമ്മുടെ അപ്പിയറൻസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും പണ്ട് ചെയ്യുന്ന പോലെ, എൻ്റെ അമ്മയൊക്കെ പറയും കാക്കക്കുളി കുളിച്ച് വന്നിരിക്കുകയാണെന്ന്. സമയമെടുത്തെല്ലാം ചെയ്യുക, കുളിക്കുക. പിന്നെ സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടി അടിക്കുക, കുറേ വില പിടിച്ചിട്ടുള്ള ക്രീം ഉപയോഗിക്കുക, അതല്ല. അല്ലാതെ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ, തേൻ, പാല് ഇതെല്ലാം മിക്സ് ചെയ്ത് മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകിക്കളയുക. തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് മുഖം വൃത്തിയായി കഴുകണം. പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണം. നമ്മുടെ സുഷിരങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ അത് സഹായിക്കുമെന്നാണ് പറയണത്. നല്ലൊരു ഫേസ് പാക്കാണ്. ഈ പറഞ്ഞ പോലെ തേനും പാലും വെളിച്ചെണ്ണയും ഒക്കെ ബേസാക്കി വെച്ച് അതിൽ കുറച്ച് അരിപ്പൊടി, ഓട്സൊക്കെ ചേർത്ത് നല്ല ഫേസ് പാക്ക്. ആ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. കുറച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ. നമുക്ക് നമ്മുടെ 30കളിലേക്കോ 40കളിലേക്കോ ഒന്നും തിരിച്ചു പോകാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ സർക്കുലറായിട്ട് തേച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. കഴുത്തിൻ്റെ കാര്യം മറക്കരുത്. പ്രായമാണെന്ന് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ കഴുത്ത്. അവിടെ നമുക്ക് ചെറിയ മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ പല്ല്. പിന്നെ നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ സമയമെടുത്ത് ബ്രഷ് ചെയ്യുക. പിന്നെ അപ്പിയറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ എനർജി. നമുക്കൊരു എനർജിയൊക്കെ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മുടെ അടുത്തുണ്ടാവണം. നമ്മളെ ഏറ്റവും അധികം എനർജറ്റിക് ആക്കുന്ന 10 പൈസ ചിലവില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സൂര്യപ്രകാശം, ഓക്സിജൻ, വെള്ളം. പക്ഷേ ഇത് നമ്മൾ നമ്മുടെ എനർജി ലെവൽ ഉയർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഈ 70 ആകുമ്പോൾ ഒരു പ്രശ്നം, നമുക്ക് കുറച്ച് ക്ഷീണമൊക്കെ തോന്നാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പുറത്തു പോകുന്നതൊക്കെ കുറച്ച് കൊണ്ട് വരും. സൂര്യപ്രകാശത്തിനോട് നോ പറയാൻ തുടങ്ങും. ശ്വാസോച്ഛ്വാസമൊക്കെ ജീവൻ പോകാതെ അത്യാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യും. വെള്ളം കുടിക്കാനൊക്കെ മറന്നുപോകും. ഈ 3 കാര്യങ്ങളിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും പുറത്ത് പോയിരിക്കണം. വെള്ളം ആവശ്യത്തിന് കുടിക്കണം. പീല് നിറച്ച് വെച്ച് നമുക്കൊരു കണക്കുണ്ടാവണം, വെള്ളം ആവശ്യത്തിന് കുടിച്ചോന്ന്. അതുപോലെ പോഷകങ്ങളുള്ള ആഹാരം കഴിച്ചിരിക്കണം. അത് ഓരോരുത്തരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുക. ഇതിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമാണ് കേട്ടോ നമ്മുടെ ഒരു ഡ്രസ്സിങ്. നല്ല കളറൊക്കെയുള്ള ഡ്രസ്സ് ഇടുക. പ്രായമായി എന്നും പറഞ്ഞ് കളറ് കുറഞ്ഞ ഫെയ്ഡ് ചെയ്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നവരെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പാകത്തിനുള്ള വസ്ത്രങ്ങൾ ഇടുക. പ്രത്യേകിച്ചും ബ്ലൗസ് എല്ലാം തയ്ക്കുമ്പോൾ നല്ല ഫിറ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സൈസിൽ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അപ്പിയറൻസിൽ വ്യത്യാസം വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, എബണ്ടൻ്റ് മെൻറ്റാലിറ്റി. എബണ്ടൻ്റ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട്, പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് പിശുക്ക് കാണിക്കാതെ പറ്റില്ല, എനിക്ക് ആവശ്യത്തിന് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സാധനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും. വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാകും, എൻ്റെ കയ്യിൽ ആവശ്യത്തിന്
പണമുണ്ട്. നമുക്ക് ഈ ഗ്രീഡൊക്കെ വരുമ്പോഴാണ് നമുക്ക് അയ്യോ ഒന്നുമില്ല, ഈ പോക്ക് പോയാൽ ഇനി കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ച് നമുക്ക് ഇപ്പോഴത്തെ ജീവിതം ആസ്വദിക്കാനൊന്നും പറ്റില്ല. എല്ലാം വരുന്ന കാലത്തേക്ക് കൂട്ടി വെച്ച് ഇനി അതെന്തായാലും ആ രീതി ഉപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് ഉറക്കം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തേ ചെയ്യരുത്. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഉറങ്ങാനുള്ള സമയം, ഉണരാനുള്ള സമയമൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. എത്ര മണിക്കൂറുകൾ ഉറങ്ങണം? 7 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നുള്ളതാണ് ശരിക്ക് ആരോഗ്യ വിദഗ്ധർ പറയണത്. കാരണം നമ്മുടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഉറങ്ങാനുള്ള എൻവയൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 70 വയസ്സൊക്കെ ആകുമ്പോൾ ഉറക്കത്തെ സഹായിക്കുന്ന കെമിക്കലിൻ്റെ ഒരു ഉൽപ്പാദനം ഗണ്യമായിട്ട് കുറയും. അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ എൻവയൺമെൻറ്റ് ഉറക്കത്തിന് അനുകൂലമായിട്ട് മാറ്റി അതിനെ പ്രതിരോധിക്കണം. ഈ വെളിച്ചം മെലാറ്റോണിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. കിടക്കവിരിയൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ മാറണം. എല്ലാ ദിവസവും തന്നെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് കിടക്കുക. കാരണം ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നാൽ നമ്മൾ ചിലപ്പോൾ ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഉറങ്ങാൻ നമുക്ക് പ്രശ്നമുണ്ടാവും. ചെറുപ്പകാലത്ത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെ എങ്ങനെ കിടന്നാലും ഡീപ്പ് സ്ലീപ്പ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രാത്രി ഭക്ഷണം എന്തായാലും 7 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരുപാട് വ്യത്യാസം വരും. നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങും. ആ ഉറക്കം നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റം തീർച്ചയായിട്ടും സംഭവിക്കും. നമ്മുടെ എനർജി ലെവൽ കുറയുന്നതിൻ്റെ ഒരു കാരണം ഉറക്കത്തിന് വരുന്ന കുറവാണ്. 4ാമത്തെ കാര്യമാണ് ലേണിംഗ്. അത് നിർത്തിക്കളയരുത്. പക്ഷേ ലേണിങ്ങിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വരുത്താം. പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയൊരു ഭാവിയുണ്ട്. കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് വളരെ നല്ല ജോലി കിട്ടും, അവരുടെ ജീവിതം വളരെ സേഫാകും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. ഈ ആർട്ടിസ്റ്റിക് സ്കിൽസൊക്കെ ഇല്ലേ, അതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടും. മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന ആർട്ടൊക്കെ നമുക്ക് ശരിക്കും സന്തോഷം തരുന്ന ഒന്നാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ഡാൻസ്, മ്യൂസിക്, പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള കുറേ കലകളൊക്കെ ഇല്ലേ, ഈ സ്കിൽസ് എല്ലാം നമ്മൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അത് പഠിക്കാത്തവരാണെങ്കിൽ ഇനിയും പഠിക്കാം. ശാരീരിക ആരോഗ്യത്തിനും കൂടി പ്രയോജനം ചെയ്യുന്നതാണെങ്കിൽ അത് എത്രയോ നല്ലതാണല്ലേ. ജീവിതത്തിൽ ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത ഒന്നാണ് ലേണിംഗ്. 5ാമത്തെ കാര്യം, ഈ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് പറ്റാത്ത ബന്ധങ്ങളില്ലേ, നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂടെ കുറേ സമയം ചെലവഴിക്കേണ്ടി വരിക. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സംസാരം നമ്മളെ വളരെ മോശമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ സഹവസിക്കാൻ താല്പര്യം തോന്നില്ല. എന്നാലും ചിലർ കഷ്ടപ്പെട്ട് ആ സഹവാസം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ചില റിലേഷൻഷിപ്സ് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. പ്രത്യേകിച്ചും ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കീപ്പപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണം, ഈ ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തെ എന്തുമാത്രം സഹായിക്കുന്നുണ്ട്, ഇതെനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അതുപോലെ നമ്മളെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രായമായവർ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്, അവരുടെ ദൗർബല്യം ചൂഷണം ചെയ്യാറുണ്ട്. അത് നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ നമ്മൾ ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളാണോ, നമുക്കതിൽ സന്തോഷം കിട്ടുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കണം. നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം നമുക്ക് നല്ല സന്തോഷം തരുന്നതായിരിക്കണം, സെക്യൂരിറ്റി തരുന്നതായിരിക്കണം, നമ്മളെ ചൂഷണം ചെയ്യാത്തതുമായിരിക്കണം. നമ്പർ 6, നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ മെമ്മറി ആൻഡ് തിങ്കിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏജിങ് പ്രോസസ്സിൽ നമ്മുടെ ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യും, ബ്രെയിൻ സെൽസിന് ചിലപ്പോൾ ഡാമേജ് വരും. അത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ എന്ന് പറഞ്ഞൊരു സംഗതി, ഇപ്പോൾ പറഞ്ഞത് അപ്പം തന്നെ മറന്നു പോവുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ ചിന്തിക്കാനുള്ള കഴിവ്
കുറഞ്ഞു വരിക. ഏറ്റവും രസമുള്ളത്, ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവെല്ലാം കുറഞ്ഞു വരും. കാരണം ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് മറുപടി കൊടുക്കണം. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലൊക്കെ പ്രശ്നം വരും. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ 2 സ്കിൽസും ഇല്ലേ, നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന വലിയ പ്രശ്നമൊന്നും വരില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ പ്രായമായി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴുള്ളൊരു ടെൻഡൻസിയാണ് എവിടെയെങ്കിലും ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും സമയം എന്താ ചെയ്തുകൊണ്ടിരിക്കണത്? ഇപ്പോൾ മൊബൈലോ ടാബോ കമ്പ്യൂട്ടറോ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. മിക്കവാറും സമയം നമ്മൾ വെർച്വൽ വേൾഡിലാണ്. അതിൽ നമ്മൾ സ്വയം ഒന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല. കുറേ ഇൻഫർമേഷൻ ഇങ്ങനെ ഓവർലോഡഡ് ആവും. നമുക്ക് ഇൻഫർമേഷൻ അങ്ങനെ ഓവർലോഡിങ് കൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല. അതിനെ പ്രോസസ്സ് ചെയ്ത് തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നത്. ഇതിനൊരു സ്പേസ് നമുക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുത്ത്, വായന, ഇതൊക്കെ നമ്മുടെ ചിന്തയെയും ഓർമ്മയെയൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കണം. കുത്തിയിരുന്ന മൊബൈലിൽ ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ തിങ്കിങ്ങിനെയും മെമ്മറിയെയും ബാധിക്കുകയും ചെയ്യും. നമ്മൾ ഒരു ദിവസം എത്ര സമയം മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതൊന്നെടുത്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ അത് വളരെ ഷോക്കിംഗ് ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, വീഴരുത്. കൈയുടെയും കാലിൻ്റെയും ബലം കുറഞ്ഞിട്ടുണ്ടാവും, ബാലൻസ് കുറവുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും വീഴാതെ നോക്കണം. ഉപബോധ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര പവർഫുൾ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപബോധ മനസ്സിലേക്ക് ഈ ചിന്ത വീഴാതെ നോക്കണം. ഈ പ്രായത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശാരീരികാവസ്ഥയിൽ എല്ലുകളുടെ ബലം കുറയും. വീണാൽ പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകും, എല്ലുകൾ പൊട്ടും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വീഴ്ചയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഡ്രസ്സിങ്, ഞാനെപ്പോഴും ഈ വീഡിയോയിൽ സാരിയാണ് ഉടുക്കുന്നതെങ്കിലും ഞാൻ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മറ്റു വസ്ത്രങ്ങളാണ്. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രശ്നമുണ്ടാക്കാത്ത, വീഴ്ചയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയ വസ്ത്രങ്ങളാണ്. അതിനൊക്കെ നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട. ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, പക്ഷേ സാരി പോലെയുള്ള വസ്ത്രങ്ങൾ വീഴാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള വസ്ത്രങ്ങളാണ്. അതുപോലെ ഗ്രിപ്പുള്ള ചെരുപ്പുകൾ, ഗ്രിപ്പുള്ള ഷൂവോ ഗ്രിപ്പുള്ള ചെരുപ്പുകളോ, അത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, പണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം, വീഴരുത്, അതിനെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കുളിമുറി അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഈ ടൈൽസ് എല്ലാം വീഴാൻ പറ്റുന്ന വിധത്തിലായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ഗ്രിപ്പുള്ള ചെരുപ്പിടുകയോ കുളിമുറിയിലൊക്കെ മാറ്റ് വിരിച്ച് വീഴാനുള്ള സാഹചര്യം ഒഴിവാക്കണം. 8ാമത്തെ കാര്യം, ഈ നമ്മുടെ ആക്ടിവിറ്റീസിനെ സഹായിക്കുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഈ പ്രായത്തിലെ നെർവസ് സിസ്റ്റം വീക്കായിട്ടുണ്ടാവാം. പണ്ടത്തെ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഓവർ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ യൂത്ത്ഫുൾനെസ്സിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബി കൂൾ ആൻഡ് റിലാക്സ്ഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ തലയിലെടുത്ത് വെച്ച് നടക്കരുത്. നമ്മുടെ ജീവിതത്തിലെ റോളുകൾ മാറുന്നതനുസരിച്ച് നമ്മൾ അധികാരം കൈമാറ്റം ചെയ്യാൻ തയ്യാറാവണം. ഇപ്പോൾ വീടുകളിലും അങ്ങനെയല്ലേ, ചില കാര്യങ്ങൾ നമ്മുടെ മക്കളെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും, ആ അധികാരം അവരിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മക്കളുടെ പുറത്ത് നമുക്കൊരു അധികാരം ഉണ്ടായിരുന്നു, അധികാരമെന്ന് പറയാൻ പറ്റില്ല, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ പേരക്കുട്ടികളാകുമ്പോൾ ഇത്രയും ഉത്തരവാദിത്വം നമ്മൾ തലയിലെടുത്ത് വെക്കരുത്. അധികാരം കൈമാറ്റം ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നോ, ഇത്രയും കാലം നമ്മൾ ഭൂമിയിൽ ജീവിച്ചു, ഇതിനിടയിൽ നമ്മൾ ആർജിച്ച ഒരു വിസ്ഡം ഉണ്ട്. ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുക. ഉപദേശികളായി മാറരുത്, മാതൃകയായി മാറുക. ഈ ഒരു ഏജിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയാകാൻ പറ്റും. ധൈര്യമായിട്ട് മാതൃകകളാകുക. അധികാരത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും രീതികൾ ഉപേക്ഷിച്ച് മാതൃകയായി മാറുക. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്നോ, പ്ലാൻ ദ ഡേ. ഇനി നമുക്കൊരു ലോങ് ടൈം പ്ലാനിങ്, 6 കൊല്ലത്തിന് ശേഷം ഞാൻ എങ്ങനെയായിരിക്കണം, അതിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് ജീവിക്കാനായിട്ട് പ്രചോദനം നൽകുന്ന എന്താണ്, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്,
എനിക്ക് ഇന്ന് ജീവിക്കാൻ എന്താണ് പ്രേരണ. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഡേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ശരിക്കും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് തന്നെ നല്ല സന്തോഷം തോന്നും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. ആ സമയത്ത് നമുക്ക് തോന്നും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്കൊരു ആയുസ് ദൈവം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതിവിടെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഏജിങ് പ്രോസസ്സിൽ വയസ്സായി എനിക്കിനി ഒന്നും ആവില്ല, ആ ഒരു അവസ്ഥയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒന്നാണ് നമ്മുടെ ബയോളജിക്കൽ ഏജ്. അതിൽ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. 20-ാം തീയതി അവസാനിക്കും. തുടർച്ചയായിട്ട് 8 ദിവസം രാത്രി 8 മണി മുതൽ 9 മണി വരെ നടത്തുന്ന ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ്. ഗൂഗിൾ മീറ്റിലാണ് അത് നടത്തുക. അപ്പോൾ അതിനോട് താല്പര്യം തോന്നുന്നവർ 9388605198 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ വിശദ വിവരങ്ങൾ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രായമായവർക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.